സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2023 ഏപ്രിൽ 3 തിങ്കളാഴ്ച. ഇന്ന് മാർക്കറ്റ് പ്രവൃത്തി ദിവസമായിരുന്നു, പക്ഷേ നാളെ അവധി ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,359 നിന്നും 68 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,427 ഇന്ന് ഓപ്പൺ ആയത്. 17,428 ഡേ ഹൈയും 17,312 ഡേ ലോയും വന്നതുവഴി 115 പോയിന്റിൻ്റെ അഥവാ 0.66% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഓപ്പണായ സ്ഥലത്ത് നിന്ന് 29 പോയിന്റ് നഷ്ടത്തിൽ 17,398 ഇന്ന് നിഫ്റ്റി അവസാനിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 40,608 നിന്നും 87 പോയിന്റ് ഗ്യാപ്പോട് കൂടി 40,695 ഇന്ന് മാർക്കറ്റ് ഓപ്പണായി. 40,857 ഡേ ഹൈയും 40,539 ഡേ ലോയും വന്നതുവഴി 321 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 0.79% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 117 പോയിന്റ് ലാഭത്തോടു കൂടി 40,813 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിട്ടുള്ളത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 18,058 നിന്നും 38 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,096 ഇന്ന് ആരംഭിച്ചത്. 18,185 ഡേ ഹൈയും 18,041 ഡേ ലോയും വന്നതുവഴി 143 പോയിന്റിൻ്റെ അഥവാ 0.79% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു, നാളെ അവധിയായതുകൊണ്ട് ഇന്ന് എക്സ്പയറി ആയിരുന്നു. എന്തായാലും ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 68 പോയിന്റ് ലാഭത്തോടു കൂടി 18,164 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് ആരംഭിച്ചത് 12.94 ഡേ ഹൈ 13.49 ഡേ ലോ 12.47 വന്നത്. എന്തായാലും 2.7% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 12.59 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകൾ ഇന്ന് അപ്പ് മൂവ്മെന്റ്. വേദാന്ത, ശ്രീറാം ഫിനാൻസ്, PFC, മാരുതി, IEX, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, ഡിവിസ് ലാബ്, കോൾ ഇന്ത്യ, ചോല ഫിനാൻസ്, ബന്ധൻ ബാങ്ക്, ബജാജ് ഓട്ടോ, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ അപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ BPCL, AU ബാങ്ക് ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടവും വരുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 4,856 കോടിയുടെ ബൈങ്ങും 4,534 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 322 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,196 കോടിയുടെ ബൈങ്ങും 5,524 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 328 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ ഇതൊരു 6 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇതിൽ നിന്ന്. അതായത് പ്രത്യേകിച്ച് ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ ഇത് ഉണ്ടാക്കിയത് എന്ന് കരുതാം. കാരണം ഇന്നത്തെ മാർക്കറ്റ് വലിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായ ഒരു മാർക്കറ്റ് ആയിരുന്നില്ല. വളരെ ശുഷ്കിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും ഇല്ലാത്ത, ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിട്ട് പോലും അതിനകത്ത് കാര്യമായ ഒരു മൂവ്മെന്റ് കിട്ടാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ന് 3,264 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. 3.26%, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട്. കുറച്ച് ട്രേഡുകൾ, 5 ട്രേഡുകളാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൽ 2-3 സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, ബാക്കി 2 നിന്നുള്ള പ്രോഫിറ്റിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ലെവൽസ് നോക്കാം. നിഫ്റ്റി ഇന്ന് ഓപ്പണായത് R1 R1 യെസ്റ്റർഡേ ഹൈയിൽ ഓപ്പണായി, അവിടെ നിന്ന് R1 ടച്ച് ചെയ്ത് പിന്നെ നേരെ R2 R3 കയറിപ്പോയി. വലിയൊരു ട്രേഡ് എടുക്കാൻ പറ്റിയൊരു മൂവ്മെൻ്റ് ആയിരുന്നില്ല ഇത്. എന്നാൽ പോലും എന്താ പറയുക, ഇതിനകത്ത് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ച ആൾക്കാരുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ബാങ്ക് നിഫ്റ്റിയും അതേ രീതിയിൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് R2 വന്നിട്ട് R3 പിന്നെ അവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയി. ഇന്ന് ഹൈ ആകും എന്ന് പ്രതീക്ഷിച്ച ആ ലെവൽ വരെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇത് R1 സപ്പോർട്ട് എടുത്ത് R2 R3 പോയി ഇന്ന് ഡേ ഹൈ ആകും എന്ന് പ്രതീക്ഷിച്ച് അതേ ലെവലിൽ പോയിട്ട് മാർക്കറ്റ് അവസാനിക്കുകയും ചെയ്തു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് സംഭവിച്ചിട്ടുള്ളത്. ലെവൽസിൽ ഇന്ന് കാര്യമായ ഒരു വലിയ സംസാരങ്ങളൊന്നും തന്നെ പറയാനില്ല, അതുകൊണ്ടാണ് അത് ജസ്റ്റ് ഓടിച്ചു വിട്ടങ്ങ് പോകുന്നത്. ഇനി നാളെ എന്താവും നോക്കാം. മാർക്കറ്റിൻ്റെ ഓവറോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ മിനിഞ്ഞാന്ന് സംസാരിച്ച ആ ഒരു സംഭവം ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17,384 ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന്, അതായത് തിങ്കളാഴ്ച ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് മുകളിലോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി, പക്ഷേ ഇൻട്രാഡേ സെൻറ്റിമെൻറ്റ്സ് എന്നുള്ളത് ബെയറിഷ് ആയിരുന്നു. മാർക്കറ്റ് താഴോട്ട് കൊണ്ടുവരാനാണ് ഇൻട്രാഡേ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുള്ളത് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാനാണ്. പക്ഷേ ഒരു സെർട്ടൺ ലെവൽ കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുമുണ്ട്.
എന്തായാലും ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ 17,384 എന്ന സപ്പോർട്ട് ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം 17,484 വരുന്ന ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്നതിന്. നാളെ ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ചയാണ് മാർക്കറ്റ് ഉള്ളത്. പിന്നെ വീണ്ടും വ്യാഴാഴ്ച അവധിയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് 2 അവധി ദിവസങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ഒരു സപ്പോർട്ട് ലെവലിലൊക്കെ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 141 പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സപ്പോർട്ട് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ സ്വിങ്ങിൻ്റെ ഹൈയുടെ മുകളിൽ, അതായത് ഏകദേശം 42,112 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയാൽ മാർക്കറ്റ് റിക്കവർ ആകുന്നുണ്ട് എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്ന കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ഓൾറെഡി ഇത്രയൊക്കെയാണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയെക്കുറിച്ചാണ്, നിഫ്റ്റി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. സോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.